ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടിനേറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ പ്രിൻ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും എല്ലാ വീഡിയോസിനും താഴെയായിട്ട് ചിലപ്പോഴൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഏത് പ്രിൻ്ററാണ് യൂസ് ചെയ്യുന്നത്, പ്രിൻ്ററിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടുമെന്ന്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് HP പ്രിൻ്ററാണ്. ഇത് പുതിയതായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിന് മുന്നേ യൂസ് ചെയ്തത് ഇതല്ല, വേറൊരു മോഡലാണ്. അപ്പോൾ അത് ചെറിയ തകരാറൊക്കെ വന്നിട്ട് അതൊക്കെ മാറ്റി ഇപ്പോൾ ഈ ഒരു പ്രിൻ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാ ഈ ഒരു പ്രിൻ്റർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിലോട്ടേക്ക് നമുക്ക് A4 പ്രിൻ്ററാണ്. അപ്പോൾ A4ഉം പിന്നെ 4x6 അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസും കാര്യങ്ങളും ഞാൻ മുകളിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഇങ്ക്ജെറ്റ് പ്രിൻ്ററാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ടേക്ക് ബ്ലാക്ക്, പിന്നെ സിയാൻ, മജന്ത, യെല്ലോ ഈ ഒരു 3 കളർ ഇങ്കും നമുക്ക് തീർന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് ബോട്ടിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു 3 ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഇതിൽ നിറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 600 കോപ്പീസൊക്കെ ഫോട്ടോ പ്രിൻ്റ് പേപ്പറിൽ എടുക്കാൻ പറ്റും. സാധാരണ A4 ഷീറ്റ് ആണെങ്കിൽ നമുക്കൊരു 1000-1200 പീസ് ഫോട്ടോ കോപ്പികളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ഫോട്ടോ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 500-600 ഫോട്ടോ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാലേ ഇങ്ക് തീരത്തുള്ളൂ. അപ്പോൾ ഇങ്കിന് ചെറിയ റേറ്റാണ് വരുന്നുള്ളൂ. നമ്മൾ പ്രിൻ്റർ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ പ്രിൻ്ററിന് റേറ്റ് കുറവായിരിക്കും, പക്ഷേ ഇങ്കിന് നല്ല റേറ്റ് ആയിരിക്കും. കുറച്ച് റേറ്റ് കൂടിയ പ്രിൻ്റർ വാങ്ങിയാലും ഇങ്ക് ചെറിയ റേറ്റിന് വരുന്ന പിന്നെ പ്രിൻ്റർ വാങ്ങിക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ക് തീർന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ പ്രിൻ്ററിനേക്കാളും പൈസ ഉള്ള ഇങ്ക് ജെറ്റായിരിക്കും കേട്ടോ ചിലതിനൊക്കെ വരുന്നത്. അപ്പോൾ ഇത് HP സീരീസ് വരുന്നത് 580 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്കിനൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ, 10-20 ദിറംസിനൊക്കെ നമുക്ക് ഇങ്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തതെന്ന് കാണിച്ചു തരാം. എൻ്റെ ഫോണിൽ കസ്റ്റമർ അയക്കുന്ന ഫോട്ടോസ് ഞാൻ ഇമെയിൽ വഴി ലാപ്പിലോട്ടേക്ക് എടുക്കും. അതിന് ശേഷം അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വേർഡിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. വേർഡിൽ ഓരോ ഫോട്ടോസും നമുക്ക് ഏത് സൈസിലാണ് വേണ്ടത് ആ ഒരു സൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ A4 സെറ്റ് ചെയ്യും. ഇതിപ്പോൾ A4 പ്രിൻ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് A4 ഷീറ്റിലാണ് സെറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എല്ലാം ഞാൻ പിന്നെ അടുക്കി പെറുക്കി വെക്കും. ബാക്കി വരുന്ന സ്പേസിലോട്ടേക്ക് എൻ്റെ താങ്ക് യു കാർഡ് കൂടി ഫില്ല് ചെയ്ത് കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസും വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ എല്ലാം ഇതിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പ്രിൻ്റർ ഓൺ ചെയ്യാം. അതിനുശേഷം PDF ഒന്നായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് Ctrl+P നിൽക്കുക. അപ്പോൾ നമുക്ക് പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ പ്രിൻ്റർ ഇതാ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അത് റെഡി ആയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണോ അതൊക്കെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ പേപ്പർ ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാട്ടർ പ്രൂഫ് ഗ്ലോസി പേപ്പറാണ് കേട്ടോ, ഫോട്ടോ പേപ്പറാണ്. ഇത് വന്നിട്ട് 200 GSM ആണ്. എത്രത്തോളം കട്ടിയുള്ള പേപ്പർ എടുക്കുന്നു അത്രത്തോളം നമ്മളെ ഫോട്ടോ പ്രിൻറ്റിൻ്റെ ക്ലാരിറ്റി കൂടും. പൊതുവേ ഒരു 230-250 GSM ഒക്കെ ഉള്ള പേപ്പേഴ്സ് എടുക്കാൻ നോക്കാം കേട്ടോ. എനിക്ക് പ്രാവശ്യം 200 GSM പേപ്പറാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുക. 230 GSM 250 ഒക്കെ ആകുമ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ പ്രിൻറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് അവിടെ ഒരു വര ഉണ്ടാവും. A4 അതേപോലെ 5x7 ആണെങ്കിൽ 4x6 ആണെങ്കിൽ അതിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പ്രിൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇതാ പ്രിൻ്റർ ഓണായി. ഇനി ഓരോന്നായിട്ട് പ്രിൻ്റായി വരും. നമ്മൾ പ്രിൻ്റ് ചെയ്ത് അപ്പാടന്നെ ജസ്റ്റ് വേഗം ഫോട്ടോയിൽ തൊടാൻ പാടില്ല കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ക് ആ ഫോട്ടോയിലൊന്ന് പിടിക്കാനുള്ള ഒരു സെക്കൻഡ് 2 സെക്കൻഡ് ടൈം കൊടുക്കുക. അതിന് ശേഷം മാത്രം പേപ്പേഴ്സ് എടുക്കുക കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓരോ ഫോട്ടോസും ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ പിന്നെ ഫോട്ടോ ഫ്രെയിമിന് വേണമെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്യാം. സിമ്പിൾ കാർഡിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫോട്ടോ പേപ്പർ ആകുമ്പോൾ കുറച്ച് GSM അധികമുള്ള ഫോട്ടോ പേപ്പർ യൂസ് ചെയ്യുക. ഇതാ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. എല്ലാം നല്ല ക്ലാരിറ്റിയിൽ വന്നിട്ടുണ്ട്.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക വെച്ചാൽ പ്രിൻ്ററിൻ്റെ ഇത് കൂടുന്നതനുസരിച്ച്, അതായത് A3 പ്രിൻ്ററൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല ക്ലാരിറ്റി വരും. ഇതൊരു A4 ചെറിയ പ്രിൻ്റർ ആയിക്കൊണ്ട് അഫോർഡബിൾ റേറ്റുള്ള പ്രിൻ്റർ ആയിക്കൊണ്ട് ഈ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നല്ല ക്ലാരിറ്റി. അപ്പോൾ ഇതിൽ പ്രിൻറ്റിങ് മാത്രമല്ല കേട്ടോ, സ്കാനിങ് എന്നുള്ള ഓപ്ഷനും കൂടിയുണ്ട്. നമുക്ക് ഈ ഒരു ഇത് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാം. അതും A4 മാത്രമേ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്, ഞാനതിന് ആൻസർ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.